നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ SCERT സീരീസിൽ നിന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിൽ നിന്നുള്ള നമ്മുടെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുഭരണം, അതുപോലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, പിന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംസ്കാരവും ദേശീയതയും, ഈ 3 ചാപ്റ്ററിൽ നിന്നായിട്ടുള്ള ഏകദേശം ഒരു 160 ക്വസ്റ്റ്യൻസ് ആട്ടോ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ വഹിച്ചിരുന്ന ഗോത്ര വിഭാഗം ഏതാണ്? രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രവിഭാഗം ഏതായിരുന്നു? സാന്താൾ ആണ് അല്ലെ. ഓപ്ഷൻ ഡി, സാന്താൾമാർ ആണ്. 2, സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? 1855 ഓപ്ഷൻ സി ആണ്. 1855 സാന്താൾ കലാപം നടക്കുന്നത്. 3, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതായിരുന്നു? കുറിച്യ കലാപം. ഓപ്ഷൻ ബി, കുറിച്യർ കലാപമാണ്. ഈ 4ാമത്തെ ചോദ്യം, കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങൾക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജന നടത്തിയത്? ഇത് ആരുടെ വാക്കുകളാണ്? കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്? ഇത് ആരുടെ വാക്കുകളാണ്? ആരതായിരുന്നു? കെ സുരേഷ് സിംഗ് ആണ് കേട്ടോ. കെ സുരേഷ് സിംഗ്. ഓപ്ഷൻ ഡി, കെ സുരേഷ് സിംഗിൻ്റെതായിരുന്നു. ഇനി 5, കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണ്? കുറിച്യർ കലാപം നടന്ന വർഷം ഏതായിരുന്നു? 1812 കുറിച്യർ കലാപം നടക്കുന്നത്. 6ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം അല്ലെങ്കിൽ നൂറ്റാണ്ട് ഏതാണ്? ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച നൂറ്റാണ്ട് അല്ലെങ്കിൽ കാലഘട്ടം ഏതായിരുന്നു? 19ാം നൂറ്റാണ്ടാണ്. ഓപ്ഷൻ ഡി ആണ്, 19ാം നൂറ്റാണ്ട്. 7, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ വാക്കാണ്? ആരതായിരുന്നു? വില്യം ബെൻഡിക് ആണ്. ഓപ്ഷൻ എ, വില്യം ബെൻഡിക്. 8, ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതാണ്? ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതായിരുന്നു? തോട്ടം വ്യവസായമാണ്. ഓപ്ഷൻ എ, തോട്ടം വ്യവസായം. 9, ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷനാണ്. ഓപ്ഷൻ ബി, റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. 10, പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികൻ ആരാണ്? പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുണ്ടയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികൻ ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആണല്ലേ. ഓപ്ഷൻ ഡി, മംഗൾ പാണ്ഡെ. 11, 1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു? 1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ നേതാവ് ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓപ്ഷൻ ഡി, ബഹദൂർ ഷാ രണ്ടാമനാണ്. 12, 1857 വിപ്ലവത്തിൽ ഝാൻസിയിലെ പ്രക്ഷോഭ നേതാവ് ആരായിരുന്നു? 1857 വിപ്ലവത്തിൽ ഝാൻസിയിലെ പ്രക്ഷോഭ നേതാവ് ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ്. ഓപ്ഷൻ സി, റാണി ലക്ഷ്മിബായി. 13, 1857 വിപ്ലവത്തിൽ ഫൈസാബാദിലെ നേതാവ് ആരായിരുന്നു? 1857 വിപ്ലവത്തിൽ ഫൈസാബാദിലെ നേതാവ് ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. ഓപ്ഷൻ സി, മൗലവി അഹമ്മദുള്ള. 14, 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? 1857 ലക്നൌവിലെ നേതാവ് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലാണ്. ഓപ്ഷൻ ബി, ബീഗം ഹസ്രത്ത് മഹൽ. 15, 1857 വിപ്ലവത്തിൽ കാൺപൂരിലെ നേതാവ് ആരാണ്? 1857 വിപ്ലവത്തിൽ കാൺപൂരിലെ നേതാവ് ആരാണ്? നാനാ സാഹിബാണ്. ഓപ്ഷൻ ഡി, നാനാ സാഹിബ്. 16, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. 1, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1791 കോൺവാലിസ്.
2 റയട്ട് വാരി വ്യവസ്ഥ 1820 തോമസ് മൺറോ. 3 മഹൽവാരി വ്യവസ്ഥ 1822 അലക്സാണ്ടർ റീഡ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഏതാ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ഒന്നാമത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1791 കോൺവാലിസ്. ശരിയാണോ? തെറ്റാണ് അല്ലേ? എന്താ തെറ്റ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലീസ് തന്നെയാണ്, പക്ഷേ വർഷം ഏതല്ല? 1791 ഏതാണ്? 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആര് നടപ്പിലാക്കുന്നത്? കോൺവാലീസ് നടപ്പിലാക്കുന്നത്. ഇനി റയട്ട് വാരി വ്യവസ്ഥ 1820 തോമസ് മൺറോ. ശരിയാണോ? അത് ശരിയാണല്ലേ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഇത് റയട്ട് വാരി എന്ന് പറയുന്നത് അല്ലേ. ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് ഇത് റയട്ട് വാരി എന്ന് പറയുന്നത്. ആര് തന്നെയാണ്? തോമസ് മൺറോ തന്നെയാണ്. ഇനി മഹൽവാരി വ്യവസ്ഥ 1822 അലക്സാണ്ടർ റീഡ്. ശരിയാണോ? അതും തെറ്റാണല്ലേ. വർഷം എന്താണ്? ശരിയാണ്, 1822 തന്നെയാണ് മഹൽവാരി വ്യവസ്ഥ. പക്ഷെ ആരല്ല? അലക്സാണ്ടർ റീഡ് അല്ല. ആരായിരുന്നു? മെക്കൻസി അല്ലേ. മെക്കൻസി ആയിരുന്നു മഹൽവാരി വ്യവസ്ഥ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏത് മാത്രമേ ശരിയുള്ളൂ? 2 മാത്രമേ ശരിയുള്ളൂ. അപ്പം ഓപ്ഷൻ എ ആണ് വരിക. 2 മാത്രമാണ് ശരിയായത്. ഇനി 17ാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1 വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായിട്ട് നൽകണമായിരുന്നു. 2 നികുതി ഉൽപ്പന്നങ്ങളായിട്ട് മാത്രമേ നൽകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 3 ഒരു പ്രദേശത്തെ നികുതി മുഴുവൻ പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. 4 വിളവ് മോശമാകുന്ന സാഹചര്യങ്ങളിൽ നികുതി നൽകണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതാണ്? ഏതാ? 1 വിളവിൻ്റെ 60% വരെ കർഷകർ നികുതികളായിട്ട് നൽകണം. എന്താ? ശരിയായ പ്രസ്താവനയാണ്. 2 നികുതി ഉൽപ്പന്നങ്ങളായിട്ട് മാത്രമേ നൽകാൻ കഴിയൂ. അങ്ങനെയുണ്ടോ? ഇല്ലല്ലേ, തെറ്റാണ്. എന്തായിരുന്നു? ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. 1 പിന്നെ മൂന്നാമത്തത് ഒരു പ്രദേശത്തെ നികുതി മുഴുവൻ പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. ആണോ? അതും ശരിയാണ്. ഇനി വിളവ് മോശമാകുന്ന സാഹചര്യങ്ങളിൽ നികുതി നൽകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുണ്ടോ? ഇല്ലല്ലേ. എന്ത് സംഭവിച്ചാലും ശരി അവർക്ക് എന്ത് കിട്ടണം? നികുതി കിട്ടണമായിരുന്നു. അപ്പോൾ എന്താണ്? 4ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ ശരിയായതല്ലേ ഏതാൻ പറഞ്ഞത്? അപ്പോൾ 1ഉം 3ഉമാണ് ശരിയല്ലേ. അങ്ങനെ ഓപ്ഷൻ ഏതാണല്ലേ? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ഇത് ശരിയായ പ്രസ്താവനകൾ. ഇനി 18 കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്താം. 1 കേരളവർമ്മ പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോത്രവർഗം നടത്തിയതാണ് കുറിച്യ കലാപം. 2 ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. 3 രാമമൂപ്പനായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. അപ്പോൾ 3 പ്രസ്താവനകളുണ്ട്. ഈ 3 പ്രസ്താവനകളും ശരിയായത് ഏതാണെന്നുള്ളത് കണ്ടെത്താം. ഏതാ? 1 കേരളവർമ്മ പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോത്രവർഗം നടത്തിയതാണ് കുറിച്യ കലാപം. ശരിയാണോ? അല്ലല്ലേ, തെറ്റാണ്. 1812 ഏത് നടക്കുന്നത്? കുറിച്യ കലാപം നടക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞു പോയ സംഭവമാണ് ഇത് പഴശ്ശി കലാപം. അപ്പോൾ അതുമായിട്ടൊന്നും ബന്ധമില്ല. 2 ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ്. ശരിയാണോ? ശരിയാണല്ലേ. ഇനി 3ാമത്തെ പ്രസ്താവന, രാമമൂപ്പനായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ശരിയാണോ? രാമമൂപ്പനല്ല, രാമനമ്പിയായിരുന്നു ഏത് അതിൻ്റെ നേതാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് ശരിയുള്ളൂ? 2 മാത്രമേ ശരിയുള്ളൂ അല്ലേ. പ്രസ്താവന 2 മാത്രമേ ശരിയുള്ളൂ. 1ഉം 3ഉം എന്താണ്? തെറ്റാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 ശരി, 1, 3 തെറ്റാണ്. ഇനി 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമല്ലാത്തത് ഏതാന്ന് കണ്ടെത്താം. കാരണമല്ലാത്തതാണ് 1 യന്ത്ര നിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങളുടെ വൻതോതിലുള്ള ഇറക്കുമതി. 2 പരുത്തിക്കുണ്ടായ ക്ഷാമം. 3 റെയിൽവേയുടെ വികസനം. 4 ഇന്ത്യൻ തുണിത്തരങ്ങളിൽ ചുമത്തിയ അമിത നികുതി. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമല്ലാത്തത് ഏതാണ്? കാരണമല്ലാത്തതാണ് വേണ്ടത്. 3ാമത്തെ പ്രസ്താവന, യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങളുടെ വൻതോതിലുള്ള ഇറക്കുമതി. അപ്പോൾ എന്തായിരിക്കും? തകർച്ചയ്ക്ക് കാരണമാണോ? കാരണം ആണല്ലേ. അപ്പോൾ ഇത് കാരണമല്ലാത്തതല്ലാത്തതുകൊണ്ട് തെറ്റാണ്, കാരണമാണ്. ഇനി 2 പരുത്തിക്കുണ്ടായ ക്ഷാമം. പരുത്തിക്കുണ്ടായ ക്ഷാമം ഇന്ത്യൻ തുണി വ്യവസായത്തെ തകർച്ചയ്ക്ക് ബാധിക്കും. അപ്പോൾ അത് ശരിയാണ്. 3 റെയിൽവേയുടെ വികസനം. റെയിൽവേയുടെ വികസനം. അപ്പോൾ എന്ത് ചെയ്യും? റെയിൽവേ വികസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ തുണിത്തരങ്ങൾക്ക് കാരണമാവോ?
കാരണം ആകും. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. കാരണമല്ലാത്തതാണ് ചോദിച്ചത്. 4 ഇന്ത്യൻ തുണിത്തരങ്ങൾ ചുമത്തിയ അമിത നികുതി അല്ലേ? നികുതി ചുമത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാധനങ്ങൾക്കുള്ള വില കൂടും അല്ലേ? അപ്പോൾ അതും എന്തായിട്ടുണ്ട്? കാരണമായിട്ടുണ്ട്. കാരണമല്ലാത്തതാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തേ വരുള്ളൂ? 2 മാത്രം എന്നുള്ളത് അല്ലേ? അപ്പോൾ ഏത് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ തുണി വ്യവസായത്തിന് തകർച്ചയ്ക്ക് കാരണമായതാണ് ഏതൊക്കെ? 1, 3, 4 നമുക്ക് പറയാം. കാരണമല്ലാത്തതാണ് ഏത്? പരുത്തിക്കുണ്ടായ ക്ഷാമം എന്ന് പറയുന്നത്. ഇനി 19-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 19-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാ? 1 കാസിയുണ്ട്, മുണ്ടയുണ്ട്, കോളുണ്ട്, അതുപോലെ പഹാരിയുണ്ട്. ഇതിലേതൊക്കെയായിരിക്കും? ഇതെല്ലാം എന്ത് തന്നെയാണ്? 19-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ തന്നെയാണ്. ഏതൊക്കെ? കാസിയും മുണ്ടയും കോളും പഹാരിയും. ഇനി 21 കർഷകർ ഉൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും നിരന്തരവും അക്രമോത്സവവും. ഇത് നമ്മൾ പറഞ്ഞത് ആരായിരുന്നു പറഞ്ഞത്? കെ സുരേഷ് സിംഗ് അഭിപ്രായപ്പെട്ടതായിരുന്നു അല്ലേ? ഇതിനെ പറ്റിയിട്ട് നമ്മുടെ കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് കർഷകർ ഉൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സവവും ആയ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനം നടത്തിയത്. ആര് പറഞ്ഞത്? കെ സുരേഷ് സിംഗ് പറഞ്ഞതാണ്. ഇനി 22 1812 നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം അല്ലാത്തത് ഏതാണെന്നുള്ള കണ്ടെത്താം. കുറിച്യ കലാപത്തിൻ്റെ കാരണം അല്ലാത്തത്: 1 നികുതി പണമായി അടക്കാൻ നിർബന്ധിക്കൽ, ഓപ്ഷൻ ബി വന നിയമങ്ങൾ കർശനമാക്കിയത്, ഓപ്ഷൻ സി അമിത നികുതി ചുമത്തിയത്, ഓപ്ഷൻ ഡി നികുതി അടക്കാൻ കഴിയാത്തവരുടെ സ്വത്ത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്. ഇതിൽ കുറിച്യ കലാപത്തിന് കാരണം അല്ലാത്തത് ഏതാണെന്നുള്ളത് കണ്ടെത്താം. ഏതായിരുന്നു? വന നിയമങ്ങൾ കർശനമാക്കിയത് അല്ലെ? ഓപ്ഷൻ ബി വന നിയമങ്ങൾ കർശനമാക്കിയത് എന്തുമായി ബന്ധപ്പെട്ടതല്ല? കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളല്ല. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്: 1 ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തിയതായിരുന്നു. അതുപോലെ നികുതി എന്ത് ചെയ്യണം? അത് പണമായിട്ട് തന്നെ അടക്കാൻ നിർബന്ധിച്ചായിരുന്നു. അതുപോലെ നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? പിടിച്ചെടുക്കാനും ശ്രമിച്ചിരുന്നു. ഇനി 23-ാമത്തെ ചോദ്യം: എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എ കോളത്തിലുള്ളത് വില്യം ലോഗൻ ഉണ്ട്, രാമനമ്പി ഉണ്ട്, കഴ്സൺ പ്രഭു ഉണ്ട്, മംഗൾ പാണ്ഡെ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ബിയിലുള്ളത്, അതായത് കോളം ബിയിലുള്ളത് 1-ാം സ്വാതന്ത്ര്യ സമരം, ബംഗാൾ വിഭജനം, മലബാർ മാനുവൽ, അതുപോലെ കുറിച്യ കലാപം. ഏതായിരിക്കും ആൻസർ വരിക? വില്യം ലോഗൻ എന്തുമായി ബന്ധപ്പെട്ട ആളായിരുന്നു അല്ലെ? വില്യം ലോഗൻ എന്തുമായി? മലബാർ മാനുവലായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആര്? നമ്മുടെ 1 സി ആരായിരുന്നു? മലബാർ മാനുവലായിട്ട് ബന്ധപ്പെട്ടതാണ് ആര്? വില്യം ലോഗൻ. ഇനി രാമനമ്പി എന്തുമായി ബന്ധപ്പെട്ട? രാമനമ്പി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു? കുറിച്യ കലാപം അല്ലേ? 2 ഡി ആണ് വരിക അല്ലെ? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരോ? രാമനമ്പി. ഇനി കഴ്സൺ പ്രഭു എന്തുമായി ബന്ധപ്പെട്ട? കഴ്സൺ പ്രഭു നമ്മൾ പഠിച്ചു. കഴ്സൺ പ്രഭു എന്തുമായി? ബംഗാൾ വിഭജിച്ച വ്യക്തിയാണ് ആര്? കഴ്സൺ പ്രഭു. ഇനി മംഗൾ പാണ്ഡെ ഏതാ? 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1 സി, 2 ഡി, 3 ബി, 4 എ അല്ലേ? അങ്ങനെ ഓപ്ഷൻ ഏതല്ലേ? 1 സി, 2 ഡി, 3 ബി, 4 എ. ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം വില്യം ലോഗൻ ഏതാ? വില്യം ലോഗൻ, മലബാർ മാനുവൽ, രാമനമ്പി, കുറിച്യ കലാപം, കഴ്സൺ പ്രഭു, ബംഗാൾ വിഭജനം, മംഗൾ പാണ്ഡെ, 1-ാം സ്വാതന്ത്ര്യ സമരം. ഇനി 24-ാമത്തെ ചോദ്യം: നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം എന്തായിരുന്നു? 1 കർഷക കലാപങ്ങളായിരുന്നു. 2 ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ്. 3 കുടിയൊഴിക്കൽ. ഇതിൽ നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം ഈ 3 ഏതൊക്കെയാണ്? ഏതായിരുന്നു? ഇവ 3 അല്ലേ? ഓപ്ഷൻ എ ആണ്. 3ൻ്റെ സ്വഭാവം തന്നെയായിരുന്നു? സെയിം ആയിരുന്നു. നീലം കർഷകരുടെയും അതുപോലെ മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം 1 കർഷക കലാപങ്ങളായിരുന്നു ഇത് രണ്ടും. അതുപോലെ ജന്മിമാരോടും ബ്രിട്ടീഷുകാരോടും ചൂഷണവും അടിച്ചമർത്തലുമായിരുന്നു ഏതോ ഈ 2 കലാപം. അതുപോലെ കുടിയൊഴിപ്പിക്കലും എന്തുമായി ബന്ധപ്പെട്ടതാ? ഈ 2 കലാപവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇനി 25-ാമത്തെ ചോദ്യം: ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ: ബംഗാളുണ്ട്, കർണാടകയുണ്ട്, ബീഹാറുണ്ട്, ഒഡീഷയുണ്ട്. ഏതൊക്കെയാ? ശാശ്വത ഭൂനികുതി എവിടെയായിരുന്നു? ബംഗാൾ പ്രദേശത്താണ് അല്ലേ? അപ്പോൾ 1 ബംഗാൾ ഉണ്ടാവും. പിന്നെ കർണാടക സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഏതായിരുന്നു? റയട്ട് വാരിയാണ്. അപ്പോൾ കർണാടക ഇതിൽ വരില്ല. പിന്നെ ബീഹാർ ബംഗാളിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഒഡീഷ ഏത് തന്നെയാണോ? നമ്മൾ ബംഗാളിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ 1, 3, 4 ഓപ്ഷൻ
ഡി ആണ് ആൻസർ. 1, 3, 4. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ഏതൊക്കെ? പിന്നെ 1 ബംഗാൾ, 2 ബീഹാർ, 3 ഒഡീഷ. ഇനി ശരിയായ രീതിയിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 2 റയട്ട് വാരി വ്യവസ്ഥ, 3 മഹൽവാരി വ്യവസ്ഥ. ഓപ്ഷൻ എ കർഷകർ, ഓപ്ഷൻ ബി ജമീന്ദാർമാർ, ഓപ്ഷൻ സി ഗ്രാമത്തലവന്മാർ. എന്തായിരുന്നു ആൻസർ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്തായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പിരിച്ചിരുന്നത് ആരാ? ജമീന്ദാർമാർ. എന്നല്ല, ജമീന്ദാർമാരാണ് ഇത് പിരിച്ചിരുന്നത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പിരിച്ചിരുന്നത്. ഇനി രണ്ടാമത്തത് ഈ റേറ്റ് വാരി എന്തായിരുന്നു? കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുന്നത് അല്ലേ? കർഷകരിൽ നിന്ന് നേരിട്ട് പിരിക്കുന്നത്. അപ്പോൾ 2 എ ആണ് വരിക. 3 എന്താ? മഹൽവാരി വ്യവസ്ഥ എവിടെയായിരുന്നു? വടക്ക് പടിഞ്ഞാറ് മേഖലയിലായിരുന്നു. ആരായിരുന്നു പിരിച്ചിരുന്നത്? ഗ്രാമത്തലവന്മാരായിരുന്നു അല്ലെ പിരിച്ചിരുന്നത്? ഗ്രാമത്തലവന്മാരാണ് പിരിച്ചിരുന്നത് ഇത് മഹൽവാരി വ്യവസ്ഥയിൽ. അപ്പം 1 ബി, 2 എ, 3 സി. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണല്ലേ? 1 ബി, 2 എ, 1 ബി, 2 എ, 3 സി. അതാ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 27 ചോർച്ചാ സിദ്ധാന്തത്തിന് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണ്? ചോർച്ചാ സിദ്ധാന്തത്തിനനുസരിച്ചിട്ട് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണ്? 1 ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, 2 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, 3 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, 4 ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുത്ത നികുതി. അതായത് ചോർച്ചാ സിദ്ധാന്തം, നമ്മുടെ ദാദാഭായ് നവറോജി ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചായിരുന്നു. അതായിരുന്നു ഇത് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊള്ളയടിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 1 ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, 2 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, 3 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, 4 ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുത്ത നികുതി. ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവയൊക്കെ എന്ത് തന്നെയായിരുന്നോ? നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിലുണ്ടാകുന്ന ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇനി 28 മഹൽവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതാന്ന് കണ്ടെത്താം കേട്ടോ. 1 കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു, 2 ഗ്രാമത്തലവരെ ഒരു യൂണിറ്റാക്കി കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്നു, 3 നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥർ ജമീന്ദാർമാരായിരുന്നു. അപ്പം മഹൽവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? മഹൽവാരി വ്യവസ്ഥയിൽ നിന്ന് ആരായിരുന്നു? ഗ്രാമത്തലവന്മാരായിരുന്നു ഏത് പിരിച്ചിരുന്നത്? മഹൽവാരി വ്യവസ്ഥയിൽ പിരിച്ചിരുന്നത് അല്ലേ? അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ അല്ലേ? ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്ന രീതിയാണ് ഇത് മഹൽവാരി എന്ന് പറയുന്നത്. ഇനി 29 ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഡൽഹിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ ബഹദൂർ ഷാ സെക്കൻഡ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഏതേ ഉള്ളൂ? ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ ആരാ? ജനറൽ ഭക്ത് ഖാൻ അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. 2 ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ ശരിയാണ്. കാൺപൂരിൽ ആരായിരുന്നു? കാൺപൂരിൽ നാനാ സാഹിബ്, അപ്പോൾ അത് തെറ്റാണ്. 4 ഫൈസാബാദിലാരാ? മൗലവി അഹമ്മദുള്ള, അത് ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം എന്തുള്ളൂ? ശരിയായ ജോഡികൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. ഇനി 30ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, 2 ബംഗാൾ വിഭജനം, 3 കുറിച്യ കലാപം, 4 1ാം സ്വാതന്ത്ര്യ സമരം. ഇതിൻ്റെയൊക്കെ വർഷം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നായിരുന്നു INC രൂപീകൃതമായത്? 1885 അല്ലേ INC രൂപീകൃതമാകുന്നത്. അതുപോലെ ബംഗാൾ വിഭജനം 1905 പിന്നെ കുറിച്യ കലാപം 1812 പിന്നെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 അപ്പോൾ ഇതെന്ത് ചെയ്യുക? കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ഏതാ വരിക? 1812 1800 കുറിച്യ കലാപം. അപ്പോൾ 3 ആദ്യം വരുന്നത്. അപ്പോൾ 3 വരുന്നത് ഏതൊക്കെയാണുള്ളത്? എയും സിയും മാത്രം. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഡിയും ബിയും വെട്ടിക്കളയാം. ഇനി അടുത്ത് 1812 കഴിഞ്ഞാൽ അടുത്ത ഏതാ വരിക? 1857, അതായത് 1ാം സ്വാതന്ത്ര്യ സമരം. അപ്പം 3 കഴിഞ്ഞാൽ 4 വരണം. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അങ്ങനെ ഓപ്ഷൻ വരുന്നത് അല്ലേ? അപ്പം ആദ്യം നടന്നത് ഏതാ?
കുറിച്യ കലാപം 1812, പിന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നെ നടക്കുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ഏറ്റവും അവസാനം 1905 ബംഗാൾ വിഭജനം. 31ാമത്തെ ചോദ്യം, അനുയോജ്യമായ രീതിയിൽ AB കോളങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. A കോളത്തിലുള്ളത് അഖിലേന്ത്യാ സർവീസ്, പിന്നെ കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. B കോളത്തിലുള്ളത് സെയിൽസ് ടാക്സ് ഓഫീസർ, അതുപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ഏതാ വരുന്നത്? ഒന്ന് ഏതാ? അഖിലേന്ത്യാ സർവീസ്. B കോളത്തിലുള്ള ഏതൊക്കെയാ? സെയിൽസ് ടാക്സ് ഓഫീസർ ഉണ്ട്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉണ്ട്, അതുപോലെ ഇന്ത്യൻ പോലീസ് സർവീസ് ഉണ്ട്. അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം ഏതാ? അഖിലേന്ത്യാ സർവീസിന് ഏതാ? ഇന്ത്യൻ പോലീസ് സർവീസ് ആണല്ലോ. അപ്പോൾ IPS വരുന്നത് 3 അപ്പോൾ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ് ഇത് ഇന്ത്യൻ പോലീസ് സർവീസ്. ഇനി രണ്ടാമത് വരുന്നത് ഏതാ? കേന്ദ്ര സർവീസ് അല്ലെ, സെൻട്രൽ സർവീസ്. സെൻട്രൽ സർവീസിന് ഉദാഹരണം ഏതാ? ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേ സർവീസ് എത്രയാ? 2 അപ്പോൾ രണ്ടാമത്തത് 2 തന്നെയാണ്. 3 ഏതാ? 3 വരുന്നത് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് ഇത് സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ മൂന്നാമത്തിന് വരുന്നത് 2 മൂന്നാമത്തിന് വരുന്നത് ഏതാ? സംസ്ഥാന സിവിൽ സർവീസിന് ഉദാഹരണം ഏതാ? സെയിൽസ് ടാക്സ് ഓഫീസർ ആണ്. അപ്പോൾ 1. അങ്ങനെ 1, 3, 2, 2, 3, 1 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? 3, 2, 1 എന്ന് വരുന്ന ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി 32ാമത്തെ ചോദ്യം, പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ: 1 അഴിമതി, 2 സ്വജനപക്ഷപാതം, 3 വൈദഗ്ധ്യം, 4 ഉത്തരവാദിത്വ ബോധമില്ലായ്മ. ഇതിൽ പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? 1 അഴിമതിയുണ്ട്, 2 സ്വജനപക്ഷപാതം ഉണ്ടാകും, അതുപോലെ 4 ഉത്തരവാദിത്ത ബോധമില്ലായ്മ. അപ്പോൾ 1, 2, 4 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ B ആണ് ആൻസർ. 1, 2, 4 എന്നുള്ളത്. ഇനി 3, ഈ വൈദഗ്ധ്യം എന്ന് പറയുന്നത് എന്താ? അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു മേന്മയാണ് ഇത് വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ഇനി 33ാമത്തെ ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. 1 ശ്രേണിപരമായ സംഘാടനം, 2 സ്ഥിരത, 3 രാഷ്ട്രീയ നിഷ്പക്ഷത, 4 വൈദഗ്ധ്യം. ഇതിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാ? ഓപ്ഷൻ C ആണ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ തന്നെയാണ്. ഇനി 34, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഏതൊക്കെയാണ്? 1 ആഗ്രഹിക്കുന്ന ഏത് വിവരവും ലഭ്യമാണ്, 2 പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാണ്, 3 വകുപ്പ് 8-9 പറയുന്നതൊഴികെയുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകും, 4 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാക്കും. ഇതിൽ വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഒന്നാമത്തത് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാണോ? എല്ലാ വിവരങ്ങളും എന്തല്ല? ലഭ്യമല്ല. അപ്പോൾ തെറ്റാണ്. ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാണ് എന്നുള്ളത് തെറ്റാണ്. 2 പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. അവിടെയും പറഞ്ഞിരിക്കുന്നത് എല്ലാ വിവരങ്ങളും ലഭ്യമാണെന്ന്. അതും തെറ്റാണ്. എന്താണ്? രാജ്യസുരക്ഷയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിവരാവകാശ പ്രകാരം പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല. ഇനി 3 വകുപ്പ് 8-9 പറയുന്നതൊഴികെയുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാം. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമ്മളെ വിവരാവകാശ കമ്മീഷന്റെ 8-9 പറയുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അതൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ എന്താക്കാം? വിവരങ്ങൾ ലഭ്യമാക്കാം. ഈ 4 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നില്ല. അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ലേ? ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും കിട്ടും, അല്ലാത്ത സ്ഥാപനത്തിൽ നിന്നും എന്ത് കിട്ടും? നമുക്ക് വിവരാവകാശം ലഭിക്കും. അപ്പോൾ ഏത് മാത്രമേ ആൻസർ ഉള്ളൂ? നമ്മുടെ 3 മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 1 അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 2
കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് ഓഫീസ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക. ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 36ാമത്തെ ചോദ്യം, ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? 1 അഴിമതി, 2 സ്വജനപക്ഷപാതം, 3 ധന ദുർവിനിയോഗം, 4 ബാങ്കിംഗ് രംഗത്തെ തർക്കങ്ങൾ. ഇതിൽ ഏതൊക്കെ സമയങ്ങളിലാണ് ഓംബുഡ്സ്മാന് നമുക്ക് പരാതി ബോധിപ്പിക്കാൻ കഴിയുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും? ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ഈ 4 സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓംബുഡ്സ്മാന് പരാതി നൽകാൻ കഴിയുന്നതാണ്. 37 പൊതുഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തൊക്കെയാണ്? പൊതുഭരണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തൊക്കെയാണ്? 1 ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നു, 2 ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു, 3 ജനപ്രതിനിധികൾ മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശം നൽകുന്നു. ഇതിൽ പൊതുഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവ 3 എന്ത് തന്നെയാണ്? ഉദ്യോഗസ്ഥരുടെ പങ്കുള്ളത് തന്നെയാണ്. ഇനി 38 ഭരണ നവീകരണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഭരണ നവീകരണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1 അഖിലേന്ത്യാ സർവീസ്, 2 സേവനാവകാശം, 3 ലോകായുക്ത. ഏതൊക്കെയാ ഭരണ നവീകരണത്തിൽ വരുന്നത്? 1 സേവനാവകാശം ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ലോകായുക്ത എന്താണ്? ഭരണ നവീകരണത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 2, 3 ആണ്. ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ് എന്ത്? ഭരണ നവീകരണത്തിന് ഉദാഹരണങ്ങൾ. ഇനി 39ാമത്തെ ചോദ്യം, സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. 1 ഇന്ത്യയിൽ 2010 ഏപ്രിൽ 1 ആദ്യമായിട്ട് ഈ നിയമം നിലവിൽ വന്നത്. 2 കേരളത്തിൽ ഈ നിയമം 2012 നവംബർ 1 പ്രാബല്യത്തിൽ നിലവിൽ വന്നു. 3 സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും നടത്തുന്ന എല്ലാവിധ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിയമമാണിത്. 4 സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായിട്ട് നൽകാത്തവർക്ക് പിഴ അടക്കാനുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. പിഴ അടക്കമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിൽ സേവനാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാ ഇതിൽ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ്. 1 മാത്രമേ എന്തുള്ളൂ തെറ്റായ പ്രസ്താവന. ഇന്ത്യയിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2010 എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി 40 താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തുക. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങൾ. 1 വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നത്, 2 പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, 3 കോടതി പരിഗണനയിലുള്ളവ, 4 പ്രമാണങ്ങൾ. ഇതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1, 3 ആണ് കേട്ടോ. 1, 3 ഏതൊക്കെയാ? 1 വ്യക്തിയുടെ ജീവനും അതുപോലെ സുരക്ഷയ്ക്കും ഭീഷണിയാണെങ്കിൽ എന്ത് കൊടുക്കണ്ട? അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു സംഭവമാണെങ്കിൽ എന്ത് ചെയ്യണ്ട? അത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? കൊടുക്കാൻ കഴിയുന്നതാണ്. 41 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 1 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നു. 2 അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. 3 അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് 1964 രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. 4 സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ഇതിൽ നിന്ന് 4 പ്രസ്താവന വായിച്ചു. ഈ 4 പ്രസ്താവനയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? 1, 2, 4 എന്ത്? ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് 1964 ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്.
1964 ഫെബ്രുവരി 11 നിലവിൽ വന്ന സ്ഥാപനം ഏതാ ശരിക്കും? അത് വിജിലൻസ് കമ്മീഷനാണ് കേട്ടോ. അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് 1964 രൂപം നൽകിയ സ്ഥാപനം ഏതാ? ലോക്പാൽ അല്ല, അത് വിജിലൻസ് കമ്മീഷനാണ്. ഈ 42ാമത്തെ ചോദ്യം, പൊതുഭരണത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തിയിട്ട് ശരിയായത് ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കാം. 1. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. 2. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. 3. ജനക്ഷേമം ഉറപ്പാക്കുന്നു. 4. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇതിൽ പൊതുഭരണത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? പൊതുഭരണത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇനി 43ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലോക്പാലിനെ കുറിച്ച് ശരി അല്ലാത്തതാണ് വേണ്ടി. ശരിയല്ലാത്തത് കേട്ടോ. 1. ഒരു ചെയർപേഴ്സണും മറ്റ് 8 അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാല്. 2. ലോക്പാലിലെ അംഗങ്ങളിൽ 50% ആൾക്കാർ ന്യായാധിപരായിരിക്കണം. 3. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 4. ഒരു അംഗത്തിന്റെ റിട്ടയർമെന്റ് പ്രായം 70 വയസ്സാണ്. ഇതിൽ ലോക്പാലുമായി സംബന്ധിച്ചിട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഏതാ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. 3 മാത്രമേ എന്തുള്ളൂ ശരിയല്ലാത്ത പ്രസ്താവനയുള്ളൂ അല്ലേ? ഏതാ? ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണോ? അല്ലല്ലേ? ആരാ നിയമിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യണം അറിയുന്ന ആൾക്കാർ. ലോക്പാലിനെ നിയമിക്കുന്നത് ആരാന്നുള്ളത്. പ്രധാനമന്ത്രി എന്നുള്ളത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ലോക്പാലിനെ നിയമിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേട്ടോ. ലോകായുക്തയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. 1. ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയെ നീക്കം ചെയ്യുന്നതിന് അധികാരം ഗവർണർക്കാണ്. 2. കാലാവധി 5 വർഷമാണ്. 3. വാർഷിക റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കണം. 4. കേരള ലോകായുക്ത നിലവിൽ വന്നത് 1998 നവംബർ 15 ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഇതിന് ആൻസർ ഇല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ലോകായുക്തയും ഉപലോകായുക്തയും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. കാലാവധി 5 വർഷമാണ്. വാർഷിക റിപ്പോർട്ട് ഗവർണർക്കാണ് സമർപ്പിക്കുന്നത്. അതുപോലെ കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15 എന്നുള്ളത് എന്ത് തന്നെയാണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരു എക്സെപ്ഷൻ കേസ് നിങ്ങൾ ഓർക്കേണ്ടത്, ഈ 1ാമത്തെ പ്രസ്താവന ലോകായുക്ത അതായത് ഉപലോകായുക്തയെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെങ്കിലും പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, നിയമസഭ കൂടിയിട്ട് അതിൽ 3-ൽ 2 അംഗങ്ങളുടെ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിൽ ഗവർണർക്ക് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഈ 45ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെ ഏജൻസികളാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തുക. 1 ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ED ഉണ്ട്. ഏതൊക്കെയായിരിക്കും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്? 1 റവന്യൂ ഇന്റലിജൻസ് വരത്തൂല, അതുപോലെ ആസാം റൈഫിൾസ് വരുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരുന്നതാണ്, അതുപോലെ ഡയറക്ടർ ഓഫ് ED വരുന്നുണ്ടോ? EDയും വരില്ല. അപ്പോൾ 1, 2, 4 ഇതെന്ത് വരില്ല? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. 46ാമത്തെ ചോദ്യം, എ കോളത്തിലുള്ളവ അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എ കോളത്തിലുള്ളത് GG അഗാർക്കർ ഉണ്ട്, DK കാർവെ ഉണ്ട്, രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, ഡോക്ടർ സക്കീർ ഹുസൈൻ ഉണ്ട്. ബി കോളത്തിലുള്ളത് വിശ്വഭാരതി സർവകലാശാല, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതുപോലെ വനിതാ സർവകലാശാല.
ഏതാ ഇതിൻ്റെ ആൻസർ? ഒന്ന് ജി അഗാർക്കർ അല്ലെ. ജി അഗാർക്കർ എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണല്ലേ. അപ്പോൾ ഒന്ന് സി ആണ്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ജി അഗാർക്കർ. രണ്ട് DK കാർവേ. DK കാർവേ എന്തുമായി ബന്ധപ്പെട്ടതാ? വനിതാ സർവകലാശാല. അപ്പം ഡി ആണ് വരുന്നത് അല്ലെ. 2D. DK കാർവേ എന്തുമായി ബന്ധപ്പെട്ട? വനിതാ സർവകലാശാല. മൂന്നാമത്തത് രവീന്ദ്രനാഥ ടാഗോർ ഏതുമായി ബന്ധപ്പെട്ടതാ? വിശ്വഭാരതി സർവകലാശാല അല്ലെ. അപ്പോൾ 3A ആണ് വരുന്നത്. 4 ഡോക്ടർ സക്കീർ ഹുസൈൻ ഏതാ? ജാമിയ മില്ലിയ. അപ്പോൾ ബി ആണ് ആൻസർ വരിക. അപ്പോൾ 1C 2D 3A 4B അങ്ങനെ വരുന്ന ആൻസർ ഏതാണല്ലേ? 1C 2D 3A 4B ഓപ്ഷൻ എ അല്ലേ ആൻസർ വരിക. ഇനി 47ാമത്തത് ശരിയായ പ്രസ്താവന ഏതാന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പ്രസ്താവന 1, സ്വദേശി സമരകാലത്ത് ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ 8 താമരകളും 1 അർദ്ധ ചന്ദ്രനുമായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നു. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകവുമായിരുന്നു. ഈ 2 പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്താ വരുന്നത്? ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഓർത്തുവെക്കുക, സ്വദേശി സമരകാലത്ത് ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് 8 താമരകളും അതുപോലെ 1 അർദ്ധചന്ദ്രനുമായിരുന്നു. രണ്ടാമത്തത് ഈ 8 താമരകൾ എന്തായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർദ്ധചന്ദ്രൻ എന്തിനായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകവും ആയിരുന്നു. 48ാമത്തെ ചോദ്യം തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരാ? മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ MG റാനഡെ. 2 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആനി ബസന്റ്. 3 വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഇതിൽ 3 ജോഡികൾ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1ഉം 2ഉം എന്താണ്? തെറ്റായ ജോഡികളാണ് അല്ലെ. 1ഉം 2ഉം എന്താണ്? തെറ്റായ ജോഡികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റ്? 1 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരായിരുന്നു? ഇന്ത്യൻ ഓറിയന്റൽ ഓഫ് ആർട്സ് സയൻസ് എന്ന് പറയുന്നത് ആരായിരുന്നു? അബനീന്ദ്രനാഥ ടാഗോർ അല്ലേ. അബനീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ഇത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന് പറയുന്നത്. ഇനി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരൊക്കെയാ? നമ്മുടെ ബാലഗംഗാധര തിലകനുണ്ടായിരുന്നു. അതുപോലെ ജി അഗാർക്കർക്ക് ചേർന്നാണ് ഇത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇനി 49ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? 1 യുക്തിചിന്ത, 2 ജനാധിപത്യം, 3 സ്വാതന്ത്ര്യം, 4 ശാസ്ത്രബോധം, 5 സോഷ്യലിസം, 6 തുല്യനീതി. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ജനത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ സ്വാംശീകരിച്ചത് എന്ന് കരുതുന്നത്? ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാം എന്ത് തന്നെയാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങളായിട്ടാണ് കരുതുന്നത്. ഇനി 50ാമത്തത് ദേശീയ സമരകാലത്തെ പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഏതെല്ലാം ലക്ഷ്യങ്ങളോടെയാണ്? ദേശീയ സമരകാലത്തെ പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഏതൊക്കെ ലക്ഷ്യങ്ങളോടെയാണ്? 1 ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ടിരുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. 2 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കുക. 2 ഇന്ത്യയുടെ ഏതു ഭാഗത്തും ഏതൊരാളിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാരുടെ പ്രശ്നമായിട്ട് കണക്കാക്കുക. 4 പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങൾ യോജിപ്പിക്കുക. ഈ 4 പ്രസ്താവനകൾ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ലക്ഷ്യങ്ങളോടെയാണ് ദേശീയ സമരകാലത്ത് പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്? ഏതൊക്കെയായിരുന്നു? 1ഉം 2ഉം 3ഉം ആണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ആണ് എന്ത് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് കരുതിയിരുന്നത്. ഇനി 51ാമത്തെ ചോദ്യം പ്രേമാശ്രമം രംഗഭൂമി എന്ന കൃതികൾ എഴുതിയതാരാണ്? പ്രേമാശ്രമം രംഗഭൂമി എന്ന കൃതികൾ എഴുതിയതാരായിരുന്നു? പ്രേംചന്ദ് ആണ്. ഓപ്ഷൻ ഡി പ്രേംചന്ദ്. ഇനി 52 ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്നീ ഉറുദു കൃതികൾ രചിച്ചതാരാണ്? ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്ന ഉറുദു കൃതികൾ രചിച്ചത് ആരായിരുന്നു? അൽതാഫ് ഹുസൈൻ വാലി ആണ് അല്ലെ. അൽതാഫ് ഹുസൈൻ വാലി.
53 നിബന്ധമാല എന്ന മറാത്തി കൃതിയുടെ കർത്താവ് ആരാ? നിബന്ധമാല എന്ന മറാത്തി കൃതിയുടെ കർത്താവ് ആരായിരുന്നു? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ അല്ലെ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. 54 എൻ്റെ ഗുരുനാഥൻ എന്ന മലയാള കൃതി രചിച്ചത് ആരാണ്? എൻ്റെ ഗുരുനാഥൻ എന്ന മലയാള കൃതി രചിച്ചത് ആരായിരുന്നു? വള്ളത്തോൾ അല്ലെ, ഓപ്ഷൻ എ വള്ളത്തോള്. 55 ഗോദാൻ എന്ന കൃതി രചിച്ചത് നമ്മൾ പറഞ്ഞു ആരായിരുന്നു? പ്രേംചന്ദ് അല്ലെ, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? പ്രേംചന്ദ്. ഇനി 56 സേവാസദൻ എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു? സേവാസദൻ. ആരാ? സേവാസദൻ ആരാ? പ്രേംചന്ദ് തന്നെയാണ് അല്ലെ. സേവാസദനും ഗോദാനും ആര് തന്നെയാണ്? പ്രേംചന്ദ് തന്നെയാണ്. 57 കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചത് ആരാ? കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചത് ആരാ? സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയാണ് കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചത്. 58 ഗോര എന്ന കൃതി എഴുതിയത് ആരാണ്? ഗോര എന്ന കൃതി എഴുതിയത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആണല്ലേ, ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. 59 ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആരാ? ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. 60 സ്വദേശി മിത്രം, ഹിന്ദു എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? സ്വദേശി മിത്രം, ഹിന്ദു എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് കേട്ടോ. ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രങ്ങളാണ് ഇതൊക്കെ, സ്വദേശി മിത്രവും ഹിന്ദു എന്നത്. 61 ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ആരംഭിച്ച പത്രം ഏതാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ട് ആരംഭിച്ച പത്രം ഏതാ? അമൃത് ബസാർ പത്രികയാണ്. ഓപ്ഷൻ ഡി അമൃത് ബസാർ പത്രിക. 62 കേസരി മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേസരി മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ്. 63 ബംഗാളി പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബംഗാളി എന്ന പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? സുരേന്ദ്രനാഥ ബാനർജി ആണ് കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജി. 64ാമത്തെ ചോദ്യം ദാദാഭായ് നവറോജി സ്ഥാപിച്ച പത്രം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജി സ്ഥാപിച്ച പത്രം ഏതാ? വോയിസ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി വോയിസ് ഓഫ് ഇന്ത്യ. 65 ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓപ്ഷൻ സി ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. 66ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജി സ്ഥാപിച്ച പത്രം ഏതാന്ന് കണ്ടെത്താം. ഗാന്ധിജി സ്ഥാപിച്ച പത്രം ഏതാ? ഹരിജൻ ആണ്. ഓപ്ഷൻ ഡി ഹരിജൻ ആണ്. ഗാന്ധിജി സ്ഥാപിച്ച പത്രമാണ് ഇത്, ഹരിജൻ. 67 അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ്. 68 യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണ്. ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. 69 ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്ന പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ആനി ബസന്റ് ആണ്. ഓപ്ഷൻ ഡി ആനി ബസന്റ്. 70 വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ച വ്യക്തി ആരാണ്? വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ച വ്യക്തി ആരാ? ലാലാ ലജ്പതി റായ് ആണ്. ഓപ്ഷൻ ഡി ലാലാ ലജ്പതി റായ്. 71 സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം ആരംഭിച്ചത് എവിടെയാണ്? സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം ആരംഭിച്ചത് എവിടെയാ? ബംഗാളിലാണ് അല്ലെ. ഓപ്ഷൻ ബി ബംഗാളിലാണ്. 72 ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ഫർദൂർജി മസ്ബാൻ ആണ്. ഓപ്ഷൻ ബി ഫർദൂർജി മസ്ബാൻ ആണ്. 73 ദി നേഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്?
ദി നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് ഇത് ദി നേഷൻ എന്ന് പറയുന്നത്. 74 അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാന്. 75 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ഓപ്ഷൻ സി ആത്മാറാം പാണ്ഡുരംഗ്. 76 ചോദ്യം, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. 77 ആര്യ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? ആര്യ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി. 78 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഓപ്ഷൻ ബി ഇ വി രാമസ്വാമി നായ്ക്കർ. 79 ഹിതകാരിണി സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാ? വീരേശലിംഗം പന്തലു ആണ് അല്ലെ. വീരേശലിംഗം പന്തലു ആണ് ഏത് സ്ഥാപിച്ചത്? ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത്. 80 സത്യശോധക സമാജം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സത്യശോധക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ജ്യോതിബ ഫുലെ ആണ് അല്ലെ. ജ്യോതിബ ഫുലെ ആണ്. 81 രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? മിറാത്തുൽ അക്ബർ ആണ്. ഓപ്ഷൻ എ മിറാത്തുൽ അക്ബർ. 82 മിറാത്തുൽ അക്ബർ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. തൊട്ടുമുമ്പ് പറഞ്ഞാണ്. 83 രാജാറാം മോഹൻ റോയ് സംവാദ് കൗമുദി പത്രം ആരംഭിച്ച ഭാഷ ഏതായിരുന്നു? പേർഷ്യൻ ഭാഷ അല്ലെ. അതും പറഞ്ഞാണ്. 84 പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാ? ലിട്ടൺ ആണ്. ഓപ്ഷൻ സി ലിട്ടൺ പ്രഭു ആണ്. 85 സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 86 വെർണാക്കുലർ പത്രനിയമം നടപ്പിൽ വരുത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാ? വെർണാക്കുലർ പത്രനിയമം നടപ്പിൽ വരുത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാ? ലിട്ടൺ പ്രഭു ആണ്. ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. 87 പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വർഷം എന്ന 1878 88 ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന രചനയുടെ കർത്താവ് ആരാ? ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന രചനയുടെ കർത്താവ് ആരാണ്? ആരാ? പണ്ഡിറ്റ് രമാബായി ആണ്. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് രമാബായി. 89 ആര്യ മഹിളാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആര്യ മഹിളാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? 1882 90 ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? പണ്ഡിറ്റ് രമാബായി ആണ്. ഓപ്ഷൻ സി പണ്ഡിറ്റ് രമാബായി. 91 പണ്ഡിറ്റ് രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാ? ബോംബെ ആണ്. ഓപ്ഷൻ സി ബോംബെയിലാണ്. 92 വിധവാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി ആരാ? പണ്ഡിറ്റ് രമാബായി അല്ലെ. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് രമാബായി. 93 ബംഗാളിലെ വിധവാ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബംഗാളില് വിധവാ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 94 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു?
ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓപ്ഷൻ ബി ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 95 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ഏതാ? 1856. 96 ബാല്യവിവാഹ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ബാല്യവിവാഹ് എന്ന കൃതിയുടെ കർത്താവ് ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 97 സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാ? സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. 98 ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 99 ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. ഓപ്ഷൻ ഡി ബംഗാള്. 100 പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റികൾ കൽക്കട്ടയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1838. ഓപ്ഷൻ എ 1838. 101 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1825. 102 സതി എന്ന ദുരാചാരത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സതി എന്ന ദുരാചാരത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. 103 ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 104 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനായിട്ട് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാ? കൽക്കട്ടയാണ്. 105 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ട വർഷം എത്രയാണ്? ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ട വർഷം എത്രയാ? 1876. 106 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാ? ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാ? മഹേന്ദ്രലാൽ സർക്കാർ ആണ്. ഓപ്ഷൻ ബി മഹേന്ദ്രലാൽ സർക്കാർ. 107 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ബംഗാളിലാണ്. ഓപ്ഷൻ സി ബംഗാള്. 108 ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ട വർഷം 1861. 109 അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1864. 110 അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 111 ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം എത്രയാണ്? ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1868. 112 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഓപ്ഷൻ എ വില്യം ജോൺസ്. 113 കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച വ്യക്തി ആരാണ്? കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. 114 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തിയ വർഷം
ഏതാ 1835 1835 115 രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതാരാ? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാ? ആരാ? മെക്കാളെ പ്രഭു ആണ്. ഓപ്ഷൻ ബി മെക്കാളെ പ്രഭു. 116 ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചതാരാ? വാലന്റൈൻ ഷിറോൾ ആണ് കേട്ടോ. വാലന്റൈൻ ഷിറോള്. 117 തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാ? തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാ? വി.ഒ. ചിദംബരം പിള്ളയാണ്. ഓപ്ഷൻ സി വി.ഒ. ചിദംബരം പിള്ള. 118 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാ? വി.ഒ. ചിദംബരം പിള്ളയാണ് കേട്ടോ. വി.ഒ. ചിദംബരം പിള്ള. 119 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തൂത്തുക്കുടിയാണ് അല്ലെ. ഓപ്ഷൻ ബി തൂത്തുക്കുടി. 120 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ഏതാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ഏതാ? 1906 121 ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി അല്ലെ. ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ്. 122 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാരാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാ? ദാദാഭായ് നവറോജിയാണ്. 123 മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു? ഗ്രാമത്തലവന്മാരാണ് കേട്ടോ. ഗ്രാമത്തലവന്മാരാണ് മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത്. 124 ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി നികുതി പിരിച്ചിരുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റാക്കി കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ഏത് പേരിലാ? അതാണ് മഹൽവാരി സമ്പ്രദായം. ഓപ്ഷൻ എ മഹൽവാരി സമ്പ്രദായം. ഇനി 125 കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? റയട്ട് വാരി സമ്പ്രദായമാണ്. ഓപ്ഷൻ എ റയട്ട് വാരി വ്യവസ്ഥ. 126 ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ജമീന്ദാർമാരാണ്. ഓപ്ഷൻ ബി ജമീന്ദാർമാരാണ്. 127 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലീസ് പ്രഭു ആണ് കേട്ടോ. കോൺവാലീസ് പ്രഭു. 128 മാഡം ഭിക്കാജി ഗാമ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വർഷം ഏതാണ്? മാഡം ഭിക്കാജി ഗാമ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വർഷം ഏതാ? 1907 129 ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയതാരാ? മാഡം ഭിക്കാജി ഗാമ. അതാണ് ഏത് വർഷം? 1907 എന്ന് പറയുന്നത്. 130 ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാക സ്വീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാക സ്വീകരിച്ച വർഷം ഏതാ? 1947 131 ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകം എന്താണ്? ഇന്ത്യൻ ജനതയുടെ ആശ്രയത്തിന്റെയും വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകം ഏതാണ്? എന്തായിരുന്നു? ചർക്കയാണ് കേട്ടോ. ചർക്കയാണ്. ഓപ്ഷൻ എ ചർക്കയാണ്. 132 ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്?
സ്വദേശി സമരകാലത്താണ് കേട്ടോ, സ്വദേശി സമരകാലത്ത്. 133 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? കൊൽക്കത്തയാണ് കേട്ടോ. ഓപ്ഷൻ ഡി കൊൽക്കത്ത. 134 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. 135 സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരായിരുന്നു? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ആണ്. 136 തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. 137 വരിക വരിക സഹചര്യ എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? വരിക വരിക സഹചര്യ എന്ന ഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണ പിള്ളയാണ്. ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. 138 സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ, നന്ദലാൽ ബോസ്. 139 1938 ഹരിപുര INC സമ്മേളനങ്ങളിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? 1938 ഹരിപുര INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതായിരുന്നു? ഗ്രാമീണ ചെണ്ടക്കാരനാണ്. ഓപ്ഷൻ ഡി ഗ്രാമീണ ചെണ്ടക്കാരൻ. 140 ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് ആരുടെ പ്രശസ്തമായ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് ആരുടെ പ്രശസ്തമായ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെ ആണ്. ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. 141 കോൺഗ്രസിന്റെ പോസ്റ്ററുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത് എന്താണ്? ആ കാലത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു? ഗ്രാമീണ ചെണ്ടക്കാരൻ തന്നെയാണ് കേട്ടോ, ഗ്രാമീണ ചെണ്ടക്കാരൻ. 142 ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാണ്? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാണ്? അമൃത ഷെർഗിലാണ് കേട്ടോ. ഓപ്ഷൻ ഡി അമൃത ഷെർഗില്. 143 ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. 144 ഭാരത് മാത എന്ന ചിത്രം വരച്ച കാലഘട്ടം ഏതാണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ച കാലഘട്ടം സ്വദേശി സമരകാലമാണ് കേട്ടോ, സ്വദേശി സമരകാലം. 145 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനതാൻ ഡങ്കൻ ആണ്. ഓപ്ഷൻ ബി ജൊനതാൻ ഡങ്കൻ ആണ്. 146 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884 147 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫെർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫെർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയാണ്. ഓപ്ഷൻ ബി പൂനെ. 148 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി DK കാർവേ ആണ്. DK കാർവേ. 149 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതായിരുന്നു? 1916 150 പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്നത് ആരുടെ വാക്കുകളാണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്നത് ആരുടെ വാക്കുകളാണ്? കേശബ് ചന്ദ്ര സെൻ ആണ്. ഓപ്ഷൻ എ കേശബ് ചന്ദ്ര സെൻ. ഇനി 151 വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. 152 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി
ഏതാ? വാർധാ വിദ്യാഭ്യാസ പദ്ധതിയാണ്. 153 വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താ? വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. 154 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജി. 155 ചോദ്യം. 1937 INCയുടെ വാർധാ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ വാർധാ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റി ഏതാണ്? 1937 INCയുടെ വാർധാ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ വാർധാ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഏതാ? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് കേട്ടോ. ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. 156 വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ആരതാ? ഓപ്ഷൻ ഡി വീരേശലിംഗം പന്തലു ആണ്. 157 ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ഏതാ? ആനന്ദമഠമാണ്. ഓപ്ഷൻ സി ആനന്ദമഠം. 158 ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിക്കുന്ന നാടകം ഏതാണ്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ച നാടകം ഏതാണ്? ഏതാ? നീൽ ദർപ്പൺ. ഓപ്ഷൻ സി നീൽ ദർപ്പൺ. 159 നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാ? ഇന്ത്യൻ അസോസിയേഷൻ കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ ആണ്. 160 വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏതാണ്? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏതാ? ആനന്ദമഠമാണ്. ഓപ്ഷൻ ഡി ആനന്ദമഠം.